ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എന്ത് പരിപാടിക്ക് ഇറങ്ങി കഴിഞ്ഞാലും അത് മൂഞ്ചല നമുക്ക് ആദ്യം തന്നെ എവിടെയെങ്കിലും ഒരു അടി കിട്ടുന്ന കാരണം നമ്മളത് പിന്നെ അങ്ങോട്ട് മുന്നോട്ടേക്ക് പോലും നമുക്ക് നടക്കാറില്ല. അപ്പൊ ഇതായാലും നമ്മള് അങ്ങനെ തന്നെ കിട്ടില്ല എന്നുള്ളൊരു പിന്നെ ഒന്നാമത് +2 വെച്ചാലോ പോണേ. അപ്പൊ ഇത് കിട്ടുമോ? അതും ഡിഗ്രി ഇല്ലാണ്ട് MSc ലോജിസ്റ്റിക്സ് പഠിക്കാൻ അതെങ്ങനെയാ? അപ്പൊ പലരും പറഞ്ഞപ്പോ പലരും പറയണേ അതെങ്ങനെ ഡിഗ്രി ഇല്ലാണ്ട് എങ്ങനെ പോണത്, ആരാ ചെയ്യണത്, എന്താ എങ്ങനെയാ ചോദിച്ചു പലരും. ഫൈനലി രണ്ടുപേർക്ക് UK വിസ കിട്ടിയേക്കാണ്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. UK +2 വെച്ചിട്ട് ഡിഗ്രി ഇല്ലാതെ വിസ കിട്ടുന്ന കേസിൽ നടക്കില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. നീ ഏതാ പഠിച്ചത്? 10th കഴിഞ്ഞിട്ട് +2 VHSC കഴിഞ്ഞിട്ട് ITI ഡിപ്ലോമ പഠിച്ചത്. ഏകദേശം 5 വർഷത്തെ മാനേജർ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണ് പുള്ളിക്കാരന് വിസ കിട്ടിയത് പാസ്പോർട്ടിൽ. എവിടെയാണ് വിസ? എവിടെ വിസ ഇല്ലേ? അല്ല, ഇവന്റെ ജിസ്സിന്റെ ഫസ്റ്റ് പേജ് കണ്ടായിരുന്നു. ഫസ്റ്റ് പേജ് തന്നെ. വിസ കിട്ടിയിട്ടുണ്ട് കേട്ടോ. UK വിസ സ്റ്റഡി വിസയാണ്, PG ചെയ്യാൻ വേണ്ടിയിട്ട്. നീ തന്നെയാ മറ്റേതവനുണ്ട്. PG ചെയ്യാനായിട്ടാണ് രണ്ടുപേർക്കും വിസ കിട്ടിയേക്കുന്നത്. രണ്ടുപേരും. പുള്ളിക്കാരനാണെങ്കിൽ 10th +2 ITI പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 5 വർഷത്തെ മാനേജ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ PG ചെയ്യാൻ വേണ്ടി UK പോവാണ്. ഓക്കെ, MSc ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ എടുത്തേക്കുന്നത്. സെയിം തന്നെ ജിസ്സിന് വേറെ കഥയുണ്ട്. ജിസ്സിന് ഓൾറെഡി 10th കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി ഉണ്ട്. ബട്ട് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻറ്റ് ഡിഗ്രിയാണ് എടുത്തത്. പഠിക്കാൻ വിട്ടപ്പോൾ പഠിക്കാൻ പോയില്ല. അതുകൊണ്ട് നീ മാനേജറായിട്ട് ഓൾറെഡി വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന നാട്ടിൽ മാനേജറായിട്ടല്ലേ? ഞാൻ നാട്ടില് 5 years നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് മാനേജർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിനാൻഷ്യൽ മാനേജർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു എക്സ്പീരിയൻസും അതിന് പുറമെ ഈ പറയുന്ന രീതിയിലാണ് ഡിസ്റ്റൻറ്റ് ഡിഗ്രി ആണ് ചെയ്തായിരുന്നു. ബട്ട് ഡിസ്റ്റൻറ്റ് ഡിഗ്രി ഇപ്പോഴാണ് കംപ്ലീറ്റ് ആക്കിയത്. ബട്ട് അതിന് മുന്നേ പരിപാടികളൊക്കെ നടന്നത് UK PG പഠിക്കാൻ സെയിം തന്നെ. രണ്ടുപേരും 2 മലയാളീസും സെയിം തന്നെ UK തന്നെ. ഈ വരുന്ന ഇൻടേക്ക് മീൻസ് മറ്റന്നാൾ തിങ്കളാഴ്ച ഇവിടെ നിന്ന് കയറി പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ ഒന്നാമത്തെ കാര്യം +2 വെച്ച് ഡിഗ്രി ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞ സമയത്ത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും. പോസിബിൾ ആണ്. നമുക്ക് ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റും, ഇത് നടക്കും എന്നുള്ള രീതിയിൽ. അതായത് ഇപ്പൊ നോർമലി നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് മാസ്റ്റേഴ്സ് ചെയ്യണമെങ്കിൽ ഡിഗ്രി വേണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. ആ ഒരു കേസിൽ നമ്മളിപ്പോ ഡിഗ്രി പോയിട്ട് അത് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ഡിസ്റ്റന്റ് ഡിഗ്രി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മള് ഈ കേസ് അറിയണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് +2 വെച്ച് ചെയ്താൽ മതി എന്ന് നമ്മുടെ. ഞാൻ ഒരു ഈവനിങ് ചുമ്മാ ഇരുന്ന് ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നിന്റെ വീഡിയോ കാണണേ. നിന്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഒന്ന് നിന്നെ അറിയാം. എനിക്ക് തോന്നുന്നു നമ്മൾ 1ാം ക്ലാസ് തൊട്ട് ലിറ്റിൽ ഫ്ലവറിന് തൊട്ട് നമുക്ക് ഏകദേശം +2 വരെ നമ്മൾ ഉണ്ട്. പിന്നെ നമ്മള് വീടിന്റെ അയൽവക്കളാണ്. അങ്ങനെ കണ്ടിട്ടില്ല. വേറെ കാര്യം +2 കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കാണുന്നത് ഏകദേശം +2 2015 ആ ഒരു ടൈമില് 17 അപ്പൊ ഏകദേശം ഒരു 8-9 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് കാണുന്നത്. അടിപൊളി. അത് കഴിഞ്ഞ് ഈ ഒരു കേസ് ഇങ്ങനെ നമ്മള് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസം സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ കാണുന്നത്. +2 വെച്ച് നമുക്ക് വേണമെങ്കിൽ മാസ്റ്റേഴ്സ് UK ചെയ്യാം, അതും 5 lakh ഇനീഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ ഓൾറെഡി ഇവന് പോണെന്നുള്ളൊരു ഇതുണ്ട്. എനിക്കും എങ്ങനെയെങ്കിലും GCC കാര്യങ്ങളിലേക്ക് ഓഫർ വരുന്നുണ്ടെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും യൂറോപ്യൻ കൾച്ചറിലേക്ക് ഒന്ന് ചെന്നാതൊക്കെ ഒന്ന് പഠിച്ചാൽ കൊള്ളാന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ യൂറോപ്പ് തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് നിന്റെ ഈ ഓപ്ഷൻ കാണുന്നത്. അങ്ങനെ വന്ന് ഞാൻ ഇവനായിട്ട് സംസാരിച്ചപ്പോ അത് നടക്കില്ല, കുഴപ്പമില്ല എന്നെ ഇതാ. പിന്നെ വേറൊരു കേസ്, നിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ആ ഇട്ട വീഡിയോയുടെ താഴെ തന്നെ ഫുള്ള് നെഗറ്റീവാ. ആ നെഗറ്റീവ് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് ഏതൊരു സൈഡ് എടുത്താലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് നിന്റെ ഭാഗത്തുനിന്നുള്ള പോസിറ്റീവ് എല്ലാം എടുത്തു. ആ നെഗറ്റീവ് കമന്റ് വന്നത് ഇപ്പൊ എന്താ സംഭവം, UK വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഫുള്ള് നെഗറ്റീവ്. ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ജോലിയില്ല, മാങ്ങയാണ് തേങ്ങയാന്നൊക്കെയാണ് ആൾക്കാർ പറയണത്. പക്ഷെ പലതും പറഞ്ഞായിരുന്നു. കുറെ നെഗറ്റീവ് ഉണ്ട്. പക്ഷെ നമുക്ക് പോണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് പോണം, UK ഒന്ന് എത്തണം, അവിടുത്തെ കൾച്ചർ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണം. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞാൽ പുള്ളിച്ച് വന്നത്. അങ്ങനെയാണ് കഴിഞ്ഞാൽ നടപടി ആവുന്നുള്ള വിശ്വാസമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇതിനകത്ത് പ്ലസ് പോയിന്റ് ആയിട്ട് വെച്ചാൽ തുടക്കം തൊട്ട് ഈ അവസാനം വരെ ഒരു സ്ഥലത്ത് ഒരു പെൻഡിങ്ങോ ഒരു ബ്ലോക്കോ ഒന്നും ഉണ്ടല്ല. സാധാരണ എന്റെ കാര്യത്തിന്, എന്റെ പേഴ്സണലായിട്ട് ഞാൻ പറയാം, എന്റെ എന്തെങ്കിലും കാര്യത്തിന് വന്നു കഴിഞ്ഞാൽ തുടക്കം തൊട്ട് എന്തെങ്കിലും ഇടാകൂടങ്ങൾ വണ്ടേ. പക്ഷെ ഇതിനകത്ത് നമുക്ക് പൈസയുടെ കാര്യത്തിനായാലും പേപ്പർ വർക്കിനായാലും വേറെ ഒന്നിനും ഒരു എത്ര മാസം എടുത്തായിരുന്നു? 1.5 മാസം ഉണ്ടോ? ഏപ്രിൽ നമ്മൾ തുടങ്ങിയത്. ഏപ്രിൽ അവസാനം ലാസ്റ്റ് തുടങ്ങി. മെയ് ജൂൺ 1.5 മാസമായിട്ടുണ്ടാവുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എന്ത് പരിപാടിക്ക് ഇറങ്ങി കഴിഞ്ഞാലും അത് മൂഞ്ചല. നമുക്ക് ആദ്യം തന്നെ എവിടെയെങ്കിലും ഒരു അടി കിട്ടുന്ന കാരണം നമ്മളത്
പിന്നെ അങ്ങോട്ട് മുന്നോട്ടേക്ക് പോലും നമുക്ക് നടക്കാറില്ല. അപ്പൊ ഇതായാലും നമ്മള് അങ്ങനെ തന്നെ കിട്ടില്ല എന്നുള്ളൊരു പിന്നെ ഒന്നാമത് +2 വെച്ചാൽ പോണേ. അപ്പൊ ഇത് കിട്ടുമോ, അതോ ഡിഗ്രി ഇല്ലാണ്ട് MSc ലോജിസ്റ്റിക്സ് പഠിക്കാൻ പോകുന്നത് അതെങ്ങനെയാ? അപ്പൊ പലരും പറഞ്ഞപ്പോൾ പലരും പറയണേ അതെങ്ങനെ ഡിഗ്രി ഇല്ലാണ്ട് എങ്ങനെ പോണത്, ആരാ ചെയ്യണത്, എന്താ എങ്ങനെയാ നമുക്ക് ചോദിച്ചു പലരും. അപ്പൊ ഞങ്ങൾ പറഞ്ഞ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് എല്ലാം. ഈ പറഞ്ഞാല് കറക്റ്റായിട്ട് കടന്നു പോയി ഇവിടം വരെ എത്തിയത് എന്തൊരു ദൈവഭാഗ്യം. നമ്മള് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തൊരു 2 ദിവസം കൊണ്ട് നമുക്ക് കോളേജിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. 2 ദിവസം കൊണ്ട് ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞപ്പോ കൊള്ളാലോ പരിപാടി, ഓക്കെ അടുത്ത പരിപാടി തന്നെ ഫീസ് അടയ്ക്കാം. ഓക്കെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഫീസ് അടച്ചു. ആദ്യത്തെ ദിവസം അവിടെ ചെന്നു. അവിടെ നിന്ന് നമ്മള് പിന്നെ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ അപ്പൊ തന്നെ വന്നു. അത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇതായി. അത് കഴിഞ്ഞിട്ട് പിന്നെ മെഡിക്കൽ എടുക്കാനായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ഒരാഴ്ചത്തേക്ക് ഒട്ടും സ്ലോട്ടില്ല. പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം, ഒന്നോടെ നോക്കാമെന്ന് വിചാരിച്ച് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബുധനാഴ്ച രാവിലെ 10 മണിക്ക് മെഡിക്കൽ. ആ പരിപാടിയും കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ക്യാസ് തന്നെ കേസ് ഇങ്ങനെ നോക്കിയിരിക്കുക. ക്യാസ് ഇപ്പോൾ വരും, നാളെ വരും. അവസാനം വന്നപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ ഡിലേ ആയി, വരൂ വരാതിരിക്കൂ, ടെൻഷനല്ല. പക്ഷെ ഇത്ര നമ്മൾ ചെയ്തിട്ട് ഇനി എങ്ങനെയെങ്കിലോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഒരു ദിവസം ഞാൻ ചുമ്മാ വീട്ടിലിങ്ങനെ കിടന്ന് ഉറക്കം എനിക്ക് നോക്കി കഴിഞ്ഞപ്പോ ക്യാസിന്റെ ഡ്രാഫ്റ്റ് ഓർഡർ വന്നു തുടങ്ങും. സന്തോഷമായി ഞാൻ ഇവനെ വിളിച്ചു, എടാ നിനക്ക് വന്നോ? അപ്പൊ എനിക്ക് വന്നിട്ടില്ല. ഇല്ലടാ വരും. അത് കഴിഞ്ഞ പിറ്റേ ദിവസം രാവിലെ എന്തോ ഇവനും ക്യാസ് വന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഫൈനൽ ക്യാസ് എന്ന് വെച്ചാൽ നമ്മളൊരു കൂട്ടുകാരൻ്റെ അടുത്ത് ഈ സെയിം രീതിയിൽ പോയേക്കണ ഒരുത്തൻ. അവനിപ്പോ യു കെ ചെന്നു. അവൻ പ്ലസ് ടു കഴിഞ്ഞിട്ടാ പോയേക്കണേ. അവൻ +2 കഴിഞ്ഞിട്ട് UK പോയേക്കണേ. ഈ ഇൻടേക്കിൽ പോയി കഴിഞ്ഞ ആഴ്ചയാണ് അവൻ അവിടെ എത്തിയത്. വേറെ കാര്യം ഉണ്ടോ, ഓൾറെഡി യുകെയിൽ ക്ലാസ് തുടങ്ങി. നമ്മുടെ ക്ലാസ് തുടങ്ങി. 13-നല്ല, ഇന്നലെയാണ് ക്ലാസ് തുടങ്ങിയത്. ഇന്നലെ 13 വരെ. അപ്പൊ ഇതായിരുന്നു മറ്റേ പേര് എന്താ പറയല്ലോ, തുടക്കത്തിലെ ട്രെയിനിങ് പരിപാടിയായിരുന്നു. വിസ കിട്ടിയത് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെയാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ലേറ്റ് ആയത്. 2-3 ദിവസം കൊണ്ട് പോവുകയും ചെയ്യും. എന്തായാലും ടിക്കറ്റ് കൊടുക്കും. നമ്മളിപ്പോ മൺഡേ മോർണിംഗിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിൽ നിൽക്കുന്നു. പർച്ചേസ് കാര്യങ്ങൾ ഒതുക്കുന്നു. പാക്കിങ്ങിലേക്ക് തിരിയാനുള്ള പരിപാടി. എല്ലാം ഒരു അതന്നെ. വേറെ കാര്യം കേട്ടോ, ഇവര് പോകുന്നത് ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടൊന്നും അല്ല. അത് ഇപ്പോഴേ പറയാം. കാരണം പലരും വിചാരം എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ ഫേക്ക് ഡിഗ്രി ഒരിക്കലുമല്ല. രണ്ടുപേർക്കും അതിനുള്ള മാനേജർ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട്, ജെന്യൂൻ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഇനിയിപ്പോ ഇങ്ങനെ രീതിയിൽ പലരും സെറ്റിംഗ് ചെയ്യുന്നുണ്ട്. സെറ്റിംഗ് ചെയ്യുന്നവരോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വെരിഫിക്കേഷൻ പോയാലും നിങ്ങൾക്ക് കൺഫേം ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാൻ ചെയ്യാൻ പറ്റും. ഈസിയാണ് ചെയ്യാൻ പറ്റും. അതല്ലാതെ പരിപാടി നടക്കില്ല. ഫേക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സാധനം അല്ല. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് UK ആർക്കും പോകാം, ഫേക്ക് അടിച്ച് പോകാന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാക്കി പോയിട്ടുണ്ടാവും, ഒരുപാട് പേര് അറിയില്ല. ബട്ട് ഇവർ പോകുന്നത് എന്തായാലും +2 ബേസ് തന്നെയാണ്. അതായത് ഈ പറയുന്ന സർട്ടിഫിക്കറ്റോ ഒന്നും ഇല്ലാത്തത് ഉണ്ടാക്കി വെച്ചിട്ടല്ല, എല്ലാം ജെനുവിനാണ്. ഇനിയിപ്പോ നമുക്ക് പ്രശ്നമല്ല, ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ അതും കൊടുക്കാനുണ്ട്. കാരണം അതും കംപ്ലീറ്റ് ചെയ്ത് ഡിഗ്രി സർട്ടിഫിക്കറ്റും കിട്ടി. പക്ഷെ നിനക്ക് കുഴപ്പമില്ലേ? എനിക്ക് IT ഉണ്ട്, ഞാൻ പഠിച്ച കോഴ്സിന്റെ ഉണ്ട്. ഞാൻ ശരിക്കും വയർമാൻ ലൈസൻസ് ഉള്ള ഒരു വയർമാനാണ്. പക്ഷെ അതിലൊന്നും കാര്യമില്ല. ഇപ്പൊ ആകെ നമുക്ക് ഇതിനകത്തൊരു ബുദ്ധിമുട്ട് തോന്നി എല്ലാം വെക്കുന്ന പോണല്ലോ. അതന്നെ ഞങ്ങൾക്ക് എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്ന് യാത്ര ചോദിക്കാനുള്ള സമയം പോലും കിട്ടുന്നില്ല. നിലവിൽ ചെന്ന് കണ്ടു പറയേണ്ടടുത്ത് ഒരു ഫോം വിളിച്ചിട്ട് തൊട്ടടുത്ത് അവരുടെ ഫോം വിളിച്ച് നമ്മൾ സംസാരിക്കും. ഫാമിലി ബേസിലാണ്. ഇപ്പൊ ഒന്നാമത്തെ കേസ് നമ്മൾ കുറച്ച് പേരോട് ഹൈഡ് ചെയ്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് കിട്ടി സെറ്റായി നമ്മൾ പോവാന്ന് പറയുവാണെങ്കിൽ അതായിരിക്കും നമുക്ക് കുറച്ച് കംഫർട്ട്. അല്ലെങ്കിൽ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതെ ഞാൻ UK നോക്കുവാട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് ആൾക്കാർ എന്നാ പോണേ ആ ഒരു അത് അവര് നമ്മളെ കുത്തും. ആ ഒരു ഇത് എല്ലാരും സ്വാഭാവികമായിട്ട് ചോദിക്കും. അത് അവരുടെ പരിപാടിയാണത്. ഈ പറയുന്ന രീതിയിൽ ഒരു പരിപാടിക്ക് ഇറങ്ങി കഴിഞ്ഞാല് പാസ്പോർട്ടിൽ ഈ പറയുന്ന രീതിയിൽ ഒരു സീലോ സ്റ്റാമ്പോ ആവുന്നതിന് മുന്നേ നടേണ്ടത് ഞാൻ പോവാന്ന് പറയാം. നമുക്ക് പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടാവും. അല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എനിക്ക് പറ്റിപ്പോയത്. അതുകൊണ്ട് ഞാൻ അതിൽ ഒരു മനുഷ്യനായിരുന്നു ഞാൻ UK റൂമിന് നേരത്തെ വെച്ചാൽ 10 ലക്ഷം രൂപ നേരത്തെ പൈസ അടച്ച് വർക്ക് വിസയ്ക്കാൻ വെച്ചാ. അവസാനം അവിടുത്തെ ആൾക്കാർക്ക് അവിടെ പുതിയ കെയർ റൂം സ്റ്റാർട്ട് ചെയ്ത ലൈസൻസിന് ഇഷ്യൂ വന്നു. എല്ലാം പെൻഡിങ് ആയി. പൈസ അതൊക്കെ അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് വലിയ സീൻ ഉണ്ടായില്ല. പക്ഷെ ഒരു 1.5 കൊല്ലം പൈസ പോയി. 1.5 കൊല്ലത്തോളം പൈസ പെൻഡിങ് ആയി പോയി. ഇതിപ്പോ നമ്മള് മെയിൻ ആയിട്ട് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടിയതെന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ധൈര്യം ഉണ്ടല്ലോ. ആ ധൈര്യം കിട്ടി നിന്നെ നമുക്ക് പേഴ്സണൽ അറിയാം. ഇനിയിപ്പോ ഇൻ കേസ് ഇത് എന്തെങ്കിലും ബ്ലോക്ക് ആയി കഴിഞ്ഞാലും
നിന്നെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 സമാധാനമെങ്കിലും കിട്ടും. അതാണ് നമ്മുടെ മെയിൻ ഒരു അല്ല നമ്മളങ്ങനെയൊന്നുമില്ല, അങ്ങനെയല്ല, ഞാൻ തമാശ പറയാണ്. ഇപ്പൊ ഇൻ കേസ് നമ്മുടെ കിട്ടിയില്ല, പൈസ പോയി എല്ലാം കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ എന്നെ പറയണ നമുക്കൊരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് നിന്റെ അടുത്തേക്ക് വരാം. എടാ പോയി, സാധനം പോയി എന്ന് വേണമെങ്കിൽ നിന്നോട് പറയാം. അത് ശരിയാണ്. യുകെയിലെ വിസ റേഷൻ വന്നാൽ പോലും വിസ റേഷൻ വന്നു കഴിഞ്ഞാൽ ഫണ്ട് കിട്ടത്തില്ല. അല്ലാത്ത രീതിയിൽ നമ്മളിപ്പോ എന്തെങ്കിലും ഇപ്പൊ ഇന്റർവ്യൂടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് റീഫണ്ട് കിട്ടും. കോളേജ് നമുക്ക് മെയിൽ വന്നപ്പോഴാണ് നമുക്ക് റീഫണ്ട് എന്ന് പറഞ്ഞു. ആപ്ലിക്കേഷൻ ഫീസ് 1350 കൊണ്ട് പോകും, കട്ടായി പോകും. എല്ലാ കോളേജും ഇല്ല, എടുക്കുന്ന യൂണിവേഴ്സിറ്റി അനുസരിച്ച് ആ ഒരു എമൗണ്ട് കട്ടായി. ചിലപ്പോൾ ഫുൾ എമൗണ്ട് തിരിച്ചു കിട്ടും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഫീസ് അടച്ചിട്ട് ഇടയ്ക്ക് ഫണ്ട് മൊത്തം ആവാത്തതുകൊണ്ട് തന്നെ ഫീസ് റിട്ടേൺ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഫുൾ എമൗണ്ട് മൊത്തം കിട്ടിയിട്ടുണ്ട്. ചിലർക്ക് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അനുസരിച്ച് ആ പേയ്മെന്റിൽ അങ്ങോട്ട് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. എല്ലാം ഡിപ്പെൻസ് ആണ്. പിന്നെ മേളിലിരിക്കുന്നവന്റെ ഒക്കെ ഒരു നല്ല രീതിയിൽ പുള്ളിയും കൂടെ വേണം, ഇല്ലാണ്ട് പണി നടക്കൂല. താഴ്ന്നോണ്ടിരിക്കുന്നവന്റെ കയ്യിൽ ഒരു പിടിവള്ളി വരുമ്പോ ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കി, ആ പിടിവള്ളി കൊണ്ടുവന്ന നീയാ. ആ സാധനത്തില് നമ്മള് പിടിച്ചു. ഇപ്പൊ എന്നെ പറയണേ, അതിന്റെ ഒരു 98ാമത്തെ പടിയിൽ നിൽക്കണു. 99ാമത്തെ പടിയില് തിങ്കളാഴ്ച പോകും. 100ാമത്തെ പടി തിങ്കളാഴ്ച വൈകുന്നേരം ആകുമ്പോഴത്തേക്കും. അല്ല, വേറെ കാര്യം കൂടെ ഉണ്ട്. റീച്ച് ആയി കഴിഞ്ഞാലാണ് പിന്നെ പടികൾ ഒന്നേം തുടങ്ങാൻ പോകുന്നത്. ഇപ്പൊ എന്നാ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ റീച്ചായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ നമ്മൾ അടിച്ചോളി. ഇപ്പൊ എന്നാ വെച്ചാൽ നമ്മൾ രാവിലെ ജോലിക്ക് പോയി, വൈകുന്നേരം തിരിച്ചു വന്നു. നമ്മുടെ കൂട്ടുകാര് ഇതായി ടർഫിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയി, ബാഡ്മിന്റൺ കളിക്കാൻ പോയി. ഇതൊക്കെ നമുക്ക് ഇവിടെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നടന്ന സമയം. ഇപ്പൊ ഞാൻ ആഗ്രഹിച്ചെടുത്ത ബൈക്ക് വിൽക്കണം. ഇനി അതിവിടെ വെച്ചിട്ട് പോയിട്ട് കഴിഞ്ഞാൽ അതില്ല. കാരണം ഓൾറെഡി ചേട്ടൻപള്ളി വേറെ വണ്ടി ഉപയോഗിക്കുന്നു. ഇനിയിപ്പോ നമുക്ക് ആ വണ്ടി ഇവിടെ വെച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ ആ വണ്ടി ആഗ്രഹിച്ചെടുത്ത വണ്ടി വിൽക്കണം. പിന്നെ പോകുന്നത് വേറൊരു കൾച്ചറിലേക്കാണ്. അത് അവിടെ ചെന്ന് അവരായിട്ടൊന്ന് അവിടെ ആ ഇതായിട്ടൊന്ന് സിങ്ക് ആവണം. അപ്പൊ അതിന്റെ കുറെ ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ ജോലി പേഴ്സണലി ഇപ്പൊ ഞാൻ പറയുവാണെങ്കിൽ ഇവന് നല്ല ബുദ്ധിമുട്ടാ. ഇവൻ എന്റെ അടുത്ത് ഒരു 3-4 തവണ ചോദിച്ചു, എടാ ഞാൻ വന്നോ എന്ന്. ഇവൻ ചോദിച്ചു എന്നോട് 3-4 തവണ ചോദിച്ചു, എടാ ഞാൻ വന്നോ. ഇപ്പൊ കാറി കയറാൻ തൊട്ടുമ്പോ നിന്നോട് തന്നെ ചോദിച്ചേ, വിസ മാറ്റി തരാമെന്നല്ലേ, വിസ മാറ്റി വേറെ ആർക്കെങ്കിലും കൊടുക്കാവുന്നല്ലേ. പക്ഷെ ഇല്ല, ഞങ്ങളുടേതായ കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. എല്ലാവരും പോകുമ്പോൾ യുകെയിൽ പോയി പണിയെടുത്ത് പാർട്ട് ടൈം ചെയ്ത് ജീവിക്കാൻ വേണ്ടി മാത്രം പോകരുത്. ഇല്ല, ഇത്രയും പൈസ മുടക്കി പോണെയാണ്. നമുക്ക് നമ്മൾ എൻജോയ് ചെയ്യാനുള്ള അടുത്ത് എൻജോയ് ചെയ്യും. അത് എല്ലാം ലൈഫ് നമ്മൾ സെറ്റിൽ ആവണം. അപ്പൊ നമുക്ക് ഇത്രയും ഇതില്, അതായത് നമുക്ക് ഒട്ടും വിചാരിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ സ്പീഡാക്കി യുകെ പോവാൻ തന്ന, അതായത് യുകെ പോവാൻ ഒരു അവസരം ഉണ്ടാക്കി തന്ന പ്രസംഗം അതന്നെ അൻവറിനോട് ഞങ്ങൾ നന്ദി പറയുന്നു, നന്ദി നമസ്കാരം ചെയ്യുന്നു. ഇല്ല, ഇതിപ്പോ എനിക്ക് പറയാനുള്ളത്, ഈ അൻവർ വരുന്ന പോസ്റ്റുകളിലുള്ള കാര്യങ്ങളിൽ നെഗറ്റീവ് കമന്റ് അടിക്കുന്ന ആൾക്കാര് നെഗറ്റീവ് ആർക്കും പറയാം. പക്ഷെ അതിലൊരു പോസിറ്റീവ് ഉണ്ട് എന്ന് ചിന്തിച്ച് മുന്നോട്ട് വരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ നാട്ടിൽ മൂഞ്ചിക്കുത്തി ഇരിക്കുള്ളൂ. ഒന്ന് എൻജോയ് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം. അതൊക്കെ തന്നെയാണ് എല്ലാ ടിപ്പിക്കൽ മലയാളീസിനുള്ളത് തന്നെയാണ്. നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല. അത് വേറെ ഞാൻ നാട്ടിൽ കേട്ടോ, ഞാൻ നാട്ടിൽ നിൽക്കുന്ന ഒരാളാണ്. പലരും ചോദിക്കുന്ന എന്റെ അടുത്ത്, നീ എന്താ പോവാത്ത, നീ എന്താ പോവാത്തെന്ന്. ഞാൻ പോകുന്നുണ്ട്, വരുന്നുണ്ട്, എല്ലാവരും എല്ലാം കാണിക്കേണ്ട കാര്യമൊന്നും. കുറച്ച് കാര്യങ്ങൾ കുറെ രാജ്യങ്ങളിൽ ചെയ്യുന്നുണ്ട്, നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഇനി അടുത്തൊരു വർഷത്തിനകം ഇവർ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ കാര്യങ്ങളെ നോക്കോളാം, നിങ്ങൾ അതിനകത്ത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. മലയാളികളുടെ കാര്യമാണ്, സ്വന്തം കാര്യത്തിൽ ഇടപെടാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് നിൽക്കുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു നേച്ചറാണ്. അതിപ്പോ നമുക്ക് പറഞ്ഞിട്ട് കാര്യം മാറ്റാനും പറ്റില്ല. അത് മാറൂല. കഷ്ടപ്പെടണം. അതിന് ഞങ്ങൾക്ക് അങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന പോലെ നടക്കണം എന്ന് അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആൾക്കാരല്ല. അങ്ങനെ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ യൂറോപ്പിൽ പോയി തിരിച്ചു വന്നിട്ട് അവിടെ പണിയാണ് ഇതാന്ന് പറയുന്നത്. പണിയെടുക്കാൻ മനസ്സുണ്ടോ നമുക്ക് എവിടെ എന്തും കാണിക്കാൻ പറ്റും. നാട്ടിൽ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തെ സിസ്റ്റം അതിനെ അനുവദിക്കുന്നില്ല. ഇവിടുത്തെ സിസ്റ്റം അനുവദിക്കുന്നില്ല. അതാണ് മെയിൻലി എനിക്ക് പറയാനുള്ളത്. സാധനങ്ങളുടെ വില കൂടുന്നുണ്ട്, അതനുസരിച്ചുള്ള ഒരു ഹൈക്ക് ഇവിടെ കൊടുക്കുന്നില്ല. അതിനുള്ള ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഇവിടെ ഇല്ല. അതിനുവേണ്ടി അതിന് തുനിഞ്ഞ് കുറച്ച് ആൾക്കാർ ഇറങ്ങി ഇതൊക്കെ രക്ഷപ്പെടുത്തുവാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ ആരും പുറത്തോട്ട് പോകില്ല. ഞാൻ പോകില്ല. അപ്പൊ എന്റെ പേഴ്സണലി പറയുവാണെങ്കിൽ ഞാൻ പോകില്ല. കാരണം നമുക്കിവിടെ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇവിടെ നിർത്തുന്നത്. പക്ഷെ നമ്മുടെ സിസ്റ്റം അതിനനുവദിക്കില്ല. അതാണ് മെയിൻലി ഉള്ള
ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്. അപ്പൊ അതൊക്കെ അപ്പൊ അല്ല മോശം പറയണല്ല കേട്ടോ. അല്ലല്ല ഞങ്ങൾ ഒരിക്കലും നമ്മുടെ രാജ്യത്തെ തള്ളി പറഞ്ഞു പോകുന്ന ആൾക്കാരല്ല. നമ്മുടെ രാജ്യത്തെ തള്ളി പറഞ്ഞു പോകുന്ന സിറ്റുവേഷൻ ഇതാ. സിറ്റുവേഷൻ നമ്മൾ ജനിച്ചു പോയത് ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് ഇങ്ങനെ നാട്ടിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം താഴ്ത്തിട്ടുള്ളതൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് എന്റെ ഏജ് അടക്കമുള്ള ഇത് ഇപ്പൊ +2 ഡിഗ്രി 20 കഴിഞ്ഞ എല്ലാ പയ്യന്മാർക്കും വേറെ കാര്യമുണ്ട്. നമ്മുടെ ഈ 20-30 ഈ സമയ കാലഘട്ടത്താണ് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യില്ല. പക്ഷെ അതിനുള്ള ബുദ്ധി വന്നത് ഇവന് 26-ാമത്തെ വയസ്സിൽ എനിക്ക് 24-ാമത്തെ വയസ്സിലാന്നുള്ളൂ. നന്നായി. അല്ല എനിക്ക് ഈ ബുദ്ധി വന്നത് 23-ാം വയസ്സ് സിംഗപ്പൂരിൽ പോയപ്പോഴാണ്. നാട് വിട്ടു. ഒന്നാമത്തെ കേസ് നമുക്ക് ഇത് പറഞ്ഞ് ഇപ്പൊ പോയി രക്ഷപ്പെട്ട ഒരാളും ഇല്ല, രക്ഷപ്പെട്ട കഥ പറഞ്ഞു തരില്ല, കൊണ്ടുപോയില്ല. രക്ഷപ്പെടുത്ത് പ്രതീക്ഷിക്കുകയും വേണ്ട. UK എന്ന് പറയുന്നത് ചീപ്പല്ലായിരിക്കും, നല്ല പൈസ മുടക്കിട്ട് തന്നെ പോകുന്ന എല്ലാവരും. നല്ല പൈസ മുടക്കുണ്ട്, നല്ല പൈസ മുടക്കുണ്ട്. ആരും വിചാരിക്കരുത് പൈസ ഒന്നും ഇല്ലാണ്ട് ചുമ്മാ ഇപ്പൊ എന്നെ പറയണ ഒരു 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ പൊക്കിലിട്ടുകൊണ്ട് UK പോകുന്ന ആളല്ല. നല്ല പൈസ മുടക്കുണ്ട്, നന്നായിട്ട് മുടക്കിയിട്ടുണ്ട്, മുടക്കിക്കൊണ്ടിരിക്കുവാണ്. ഇനിയുണ്ട് തിങ്കളാഴ്ച പോണ വരെ തീരുന്നില്ല, തുടരും. അപ്പൊ എന്തായാലും തുടരട്ടെ. ഓക്കെ ഓക്കെ, ബൈ ബൈ. ബൈ. നീ കാണിച്ചൊരു ബൈ. ബൈ. ബൈ.